Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ബാക്ക് ടു തിയോളജി ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ദൈവശാസ്ത്ര പഠന പരമ്പരയുടെ 11ാം എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ, ഈ ക്ലാസ്സിൽ ഇവിടെ ഒരു ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. നിങ്ങളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ 5 വർഷക്കാലത്തെ പ്രബോധനങ്ങളുടെ സമാഹാരമാണ് തിയോളജി ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ തുടർച്ചയായി അത് ഓരോന്നും ഓരോ കാറ്റഗീസസിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഇന്നത്തെ വിഷയം ഈറോസ് അല്ലെങ്കിൽ ഈറോട്ടിക്, സെക്ഷൽ ഡിസയേഴ്സ് തെറ്റാണോ ശരിയാണോ, തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കതിനു മുമ്പ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം തേടാം. പരിശുദ്ധ അമ്മയാണ് ദൈവത്തെ ഈ ലോകത്തിന് കാഴ്ചവെക്കുവാൻ സ്വന്തം ഉദരത്തെ വിട്ടുകൊടുത്ത് ദ ഇൻകാർണേഷൻ മെയ്ഡ് പോസിബിൾ. ദൈവം ഭൂമിയിലേക്ക് വരുവാൻ അമ്മയാണ് വലിയ ഒരു ഉപകരണമായി മാറിയത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഈ എപ്പിസോഡ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മൾ ഈറോസ് അല്ല ഈറോട്ടിക് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈറോസ് ആണോ ഈറോട്ടിക് ആണോ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത്? ഉപയോഗിച്ചോണം, കേൾക്കുന്നില്ല. ഇറോട്ടിക്. ഈറോട്ടിക്. ഈറോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ ഈറോസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഈറോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? ഈറോട്ടിക് അല്ല, ഈറോസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുള്ളത്? ഒരു സെക്ഷൽ കൈൻഡ് ഓഫ് ലവ്നെയാണ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സ്പ്രഷനെയാണ് ഈറോസ് എന്ന്. ഈറോട്ടിക് അല്ലേ ഈറോസിനെ നമ്മൾ എപ്പോഴും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം നമ്മളിപ്പം കാണാൻ പോകുന്നത് ഈറോസ് എന്നുള്ള വാക്ക് അത് ശരിക്കും ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഗ്രീക്ക് ചിന്തയിൽ ഈറോസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവനിലുള്ള അതിയായ ആവേശം, ആഗ്രഹം, ദ ഡിസയർ, അങ്ങേയറ്റമുള്ള ഈ ഒരു ദാഹം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ദാഹം മുദ്രണം ചെയ്തിട്ടുണ്ട് അവനെ മനുഷ്യനായി ലോകത്തിലേക്ക് ദൈവം സൃഷ്ടിച്ചപ്പോൾ. അപ്പോൾ ഈ ഒരു വലിയ ദാഹം, ദൈവത്തിനു വേണ്ടിയുള്ള ഈ ഒരു വലിയ ദാഹം, ഇതിനെയാണ് ഗ്രീക്കുകാർ ഈറോസ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഈറോസ് ഈറോട്ടിക്കായി. പോണോഗ്രഫിക് കൾച്ചർ ആ ഈറോട്ടിക്കിനോട് കൂടി ഒരു നെഗറ്റീവ് ഒരു സ്റ്റിങ് അറ്റാച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നെഗറ്റിവിറ്റി. അതുകൊണ്ട് നമ്മൾ ഈറോട്ടിക് എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താ? ഈറോട്ടിക് ഡിസയേഴ്സ്, സെക്ഷൽ ഡിസയേഴ്സ്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള, അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള സെക്ഷൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹവും ഒരു ഡിസയറും. ഇങ്ങനെയൊക്കെയാണ് പോണോഗ്രഫിക് കൾച്ചർ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു വന്ന്, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നു, ക്രിസ്തു വന്ന് ഈ
ഈറോസ് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതാണ് കത്തോലിക്കാ സഭയുടെ പഠനപ്രകാരമുള്ള ഈറോസ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വ്യക്തമായോ? അപ്പോൾ നമ്മളിലെല്ലാം ധാരാളം ആഗ്രഹങ്ങളുണ്ട്, വലിയ ദാഹങ്ങളുണ്ട്. ഇതിനെ നമുക്ക് ജനറലി ഈറോസ് എന്ന് പറയാം. ഇപ്പോൾ സെക്ഷൽ ഡിസയർ മാത്രമല്ല, ഈ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം നമ്മളിലുള്ളതിനെയാണ് നമ്മളിനിയും ഈ ഡിസയർ അല്ല ഈറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കേണ്ടത്. വ്യക്തമായല്ലോ? നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ഈ ഈറോസിനെ കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ് അതിനുശേഷം വളരെ വ്യക്തമായിട്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈറോസിനെ കുറിച്ച് ദൈവം സ്നേഹമാകുന്നു എന്ന ആ ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഈറോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയുകയാണ്, പോയിന്റ് പറയുകയാണ്. ക്രിയാത്മകമായ ദിശകളിലേക്ക് നയിക്കാവുന്ന ഒരു അഗ്നിയോ വികാരമോ ആയാണ് ഈറോസിനെ ബെനഡിക്റ്റ് മാർപ്പാപ്പ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സംതിങ് നെഗറ്റീവ്, നമ്മളെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡല്ല. ഇതൊരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യനിൽ കൊടുത്തിരിക്കുന്ന ഒരു എനർജി, ഒരു കഴിവാണ്. അപ്പോൾ നമ്മൾ പോണോഗ്രാഫി കൾച്ചർ എന്താ പറയുന്നത്? ഈറോസ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുമ്പോൾ കത്തോലിക്ക സഭ ഈറോസിനെ കുറിച്ച് പറയുന്നത് ക്രിയാത്മകമായ ഒരു ക്രിയേറ്റീവ് പവർ മനുഷ്യന് കൊടുക്കുന്ന ഒരു വലിയ ശക്തി വിശേഷമാണ്. അതിനെ അതിജീവിക്കുവാനുള്ള ഒരു പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഇപ്പം നമ്മൾ പറയുന്നത് അതൊരു വലിയ പ്രോബ്ലമാണ് നമുക്ക്, ഇല്ലേ? അപ്പോൾ നമ്മളിലെല്ലാം ഈ ഒരു വലിയ പ്രോബ്ലമായിട്ട് നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ? ഈ ഒരു ഡിസയേഴ്സ് നമുക്ക് പലപ്പോഴും നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പം നമ്മളിൽ ഈ സെക്ഷുവൽ ഡിസയേഴ്സ് നമുക്കുണ്ടാകുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അത് തെറ്റോ ശരിയോ? അത് അതിനാൽ തന്നെ തെറ്റല്ല, പക്ഷേ നമ്മൾ അതിനെ പിന്നീട് എങ്ങനെ കാണുന്നു എന്നതിലാണ് ശരിയോ തെറ്റോ ഇരിക്കുന്നത്. ഡിസയർ വരുന്നത് അത് സ്വാഭാവികമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ഡിസയർ. അതുകൊണ്ട് ഈ ഡിസയറിനെ നമുക്ക് ദൈവം തന്ന ഒരു ദാനമായി തന്നെ നമ്മൾ സ്വീകരിക്കണം. ഇവിടെ സഭ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ ഒരു വലിയ പോസിറ്റീവ് ക്രിയേറ്റീവ് പവറാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ അലീന പറഞ്ഞതുപോലെ നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മൊറാലിറ്റി അല്ലെ മോറൽ ഓർഡർ ഓർ ഡിസോർഡർ ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണം. ഇത് അദ്ദേഹത്തിൻ്റെ ദൈവസ്നേഹമാകുന്നു എന്നുള്ള ആ ചാക്രിക ലേഖനത്തിലെ 5-ാമത്തെ 6-ാമത്തെ പാരഗ്രാഫിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിക്കാവോ? സ്നേഹം ഹർഷോന്മാദം തന്നെയാണ്. ഒരു നിമിഷത്തെ വികാരപരവേശം എന്ന നിലയിലല്ല, മറിച്ച് ഒരു യാത്ര എന്ന നിലയിൽ തന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന അടഞ്ഞ മനോഭാവത്തിൽ നിന്ന് മോചിതനായി സ്വയം ദാനമായി നൽകുന്നത് വഴി ദൈവ അവബോധത്തിലേക്കും തുടർച്ചയായി നടത്തുന്ന പുറപ്പാടാണിത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു നിമിഷ നേരത്തേക്കുള്ള ഒരു വികാര, ഒരു ആവേശമായി കരുതുന്ന ഇന്നത്തെ കൾച്ചറിനോട് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്ന ഇതാണ്. ഇത് അതിനേക്കാൾ ഉപരിയായി സ്വയം ദാനമായി നൽകുവാനുള്ള മനുഷ്യൻ്റെ ഫാക്കൽറ്റിയെയാണ് ഈ ഈറോസ് അല്ലെങ്കിൽ കൾച്ചർ വിളിക്കുന്ന ഈറോട്ടിക് കൊണ്ട് അർത്ഥമാക്കേണ്ടത്. മനസ്സിലായല്ലോ? ക്ലിയറായിട്ട്? അപ്പോൾ ഇവിടെ ഇത് തുടർന്നുകൊണ്ട് നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. ഇവിടെ വീണ്ടും ബെനഡിക്റ്റ് മാർപ്പാപ്പ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഈറോസിലും അഗാപ്പയിലും, ഈ 2 തരം സ്നേഹവും ഉണ്ടാകും. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവസ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? അഗാപ്പേ. ഇതാ ഇവിടെ മനോഹരമായിട്ട് സഭ പഠിപ്പിക്കുന്ന ഇതാണ്. ദൈവം 2 സ്നേഹവും കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് വളരെ ക്ലിയറായിട്ട് പോയി കഴിഞ്ഞാൽ ഈശോയുമായിട്ടുള്ള, ദൈവമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹവും ആഴപ്പെടും. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇതാണ്, ദൈവം നമ്മളെ അഗാപ്പയിലൂടെ സ്നേഹിക്കുന്നുണ്ട്. അഗാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം
സ്നേഹിക്കുന്ന, സ്വയം തന്നെ തന്നെ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹം. അതുകൂടാതെ വേറൊരു സ്നേഹം, വികാരപരമായ ഒരു സ്നേഹമുണ്ട് ദൈവത്തിന് നമ്മളോട്. അതാണ് ദൈവം ഈറോസ് കൊണ്ട് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് വികാരമുണ്ടോ? ഉണ്ട്. ഈസ് എ പേഴ്സൺ അല്ലേ? ദൈവം ഒരു വ്യക്തിയാണ്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വികാരമുണ്ട്, ഇൻ്റലക്റ്റ്, ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വികാരങ്ങളല്ല ദൈവത്തിന് അടിച്ചേൽപ്പിക്കേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യം വന്നു, ദൈവം സ്ത്രീയാണോ പുരുഷനാണോ, ദൈവത്തിന് വികാരമുണ്ടോ, ദൈവം സെക്ഷലാണോ? അപ്പം ഞാൻ ഉത്തരം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഛായയിലല്ല ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് മനസ്സിലാക്കുന്നതിന് അല്പം പോലും മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പോൾ ദൈവം ഒരു വികാര ആവേശത്തോടു കൂടി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ക്രേസി ലവർ എന്ന് നമുക്ക് പറയാം. നമുക്കറിയാമല്ലോ ക്രേസി ലവർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രത്യേകിച്ച് യുവജനങ്ങളോട് ചോദിക്കട്ടെ, എന്താ ഒരു ക്രേസി ലവർ എന്ന് നിങ്ങൾ ആരോടാ പറയുന്നത്? ക്രേസി ലവർ ആ ഒരു ലവറിനോടുള്ള വികാരം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിന്ന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സ്നേഹം അല്ലേ? ഇവിടെയാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്, ഈ പോണോഗ്രഫിക് കൾച്ചർ അല്ലെങ്കിൽ ഈ ലോകം തെറ്റിദ്ധരിച്ച ഈറോട്ടിക് ആക്കിയ ഈറോസ് അത് പ്യൂരിഫൈ ചെയ്തു യേശു കുരിശു മരണം വഴി. തൻ്റെ മണവാട്ടിക്ക് വേണ്ടിയുള്ള ആ അത്യഗാധമായ ആവേശപൂർവമായ സ്നേഹം കൊണ്ട് എനിക്ക് നീയുമായി അങ്ങ് ഒന്നായി തീരണം. ഇനി ഒരിക്കലും നമ്മൾ രണ്ടല്ല, അത്ര വലിയ ആ വികാര ആവേശം നിറഞ്ഞ ആ സ്നേഹം കുരിശിൽ പൂർത്തിയായപ്പോൾ ഈശോ ഇതാ ഈ ലോകം പറയുന്ന ഈറോസിനെ നോബിലൈസ് ചെയ്തു, ഈറോസിനെ പ്യൂരിഫൈ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് തന്നെ അതിനെ കൊണ്ടുവന്നു. ഇന്നും ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് ഒരു ക്രേസി ലവറായിട്ടാണ്. എനിക്ക് നിന്നെ വേണ്ട, ക്രേസി ലവറിൻ്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് തള്ളിപ്പോകുമ്പോഴും ഈ ക്രേസി ലവർ എന്നാ ചെയ്യും? ഐ ലവ് യു, ഐ ലവ് യു, ഐ സ്റ്റിൽ ലവ് യു എന്ന് പറഞ്ഞ് പുറകെ വരുന്ന വികാരാവേശമുള്ള ഒരു സ്നേഹം. അപ്പോൾ ദൈവം നമ്മളെ ഈറോസ് മൂലവും അഗാപ്പെ മൂലവും സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ ഈസ് എ ക്രേസി ലവർ. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഒരു ക്രേസി ലവർ നിങ്ങളുടെ പുറകെ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും എങ്കിലും ഒന്ന് നോക്കി ഐ ലവ് യു എന്ന് എങ്കിലും ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ലേ? ദാറ്റ് ഈസ് വാട്ട് ദ റിയൽ ലവ്. ഇതാണ് നമ്മുടെ ദൈവം ഒരു പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ. അപ്പോൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങ് ആകാശത്തെവിടെയോ നമ്മളിൽ നിന്ന് അകന്ന് മാറി ഇതോ അവിടെ നമ്മളെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, നമ്മളിൽ നിന്നൊരു വ്യക്തി ബന്ധമില്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ദൈവവുമായിട്ട്. പലരും അത് കൺവീനിയൻ്റായിട്ട് കരുതുന്നുണ്ട്. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാണും, അറിയും. അപ്പോൾ ചില കാര്യങ്ങളൊന്നും ദൈവത്തിന് അറിയണ്ട. അപ്പോൾ ഇന്നത്തെ കൾച്ചർ പറയുകയാണ് ഈ ചില കാര്യങ്ങളൊന്നും ദൈവവുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല, ഇത് നമ്മുടെ കാര്യമാണ്. അപ്പോൾ അതല്ല, ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈസ് എ ക്രേസി ലവർ ആഫ്റ്റർ യു. നമ്മളെക്കാൾ കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിവുള്ള വികാരാവേശം കൊണ്ട്, നമ്മുടെ നന്മ കൊണ്ട് നമ്മളെ പൊതിയുവാൻ തക്കവണ്ണം അഗാപ്പെ കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ബ്യൂട്ടി അല്ലെ സ്നേഹം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്? ഒരു ക്രേസി ലവർ. ഉറച്ചു പറ, ക്രേസി ലവർ. നമ്മുടെ ഈശോ നമ്മളോട് കൂടെ, പരിശുദ്ധ ത്രിത്വം തന്നെ നമ്മളോട് കൂടെ ഒരു വലിയ ക്രേസിനെസ്സിലുണ്ട്. ഇത്രയാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇത്രയും നമ്മൾ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സാറേ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ടോപ്പിക്കാണ് ഈ സെക്ഷുവൽ തോട്ട്സ് ഓക്കെ ആണെന്ന് പറയുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ സമയത്തും അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥയിലൊക്കെ ഈ തോട്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെമഡി ചെയ്യണമെന്ന് സാർ സജസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ,
തീർച്ചയായിട്ടും ഇതൊരു കോമണായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം, നിങ്ങളുടെ കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് സെക്ഷൽ ഡിസയേഴ്സ് നാച്ചുറലാണ് അല്ലേ? അതെ. അതിൽ തെറ്റുണ്ടോ? ഇല്ല, അതിൽ തെറ്റില്ല. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ എങ്ങനെയാണ് സ്ത്രീയും പുരുഷനുമായി ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ അവർക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അട്രാക്ഷൻ്റെ ആ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നാച്ചുറൽ. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. അതിലൊരു തെറ്റുമില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, എപ്പോഴും നമ്മളെ ഇത് ഭരിക്കുകയാണെങ്കിൽ നമ്മളിത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും? അത് നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ സ്വല്പം കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അപ്പം ഞാൻ അവിടെ ഒരു എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. നമ്മൾ ഇപ്പം സെക്ഷൽ ഡിസയേഴ്സ് തന്നെയല്ല, അതുപോലെ പല ഡിസയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മളിലുള്ള ഈ വലിയ ഡിസയേഴ്സ് അത് ഒന്നുകിൽ നമ്മളെ കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺസ്യൂമേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒന്നീ നമ്മളെ അത് തിന്നും, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിച്ച് അതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം ഉദാഹരണമായിട്ട് സെക്ഷൽ അഡിക്ഷനിൽ ഉള്ള ആളുകൾ, അല്ലെ പോണോഗ്രഫിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ, അതുപോലെയുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് എന്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്തത്? കാരണം അവരെ അത് അമർത്തി വച്ചിരിക്കുകയാണ്. അവരെ അത് ദഹിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതം അതവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അത് ദഹിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഇതിനെ ഒരു കൺസ്യൂമേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മളത് കൂടുതൽ വിശദമായിട്ട് ഇപ്പം നമുക്ക് കാണാം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. ഒരു ചെറിയ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മുടെ വികാരങ്ങളെ ടിഒബിയിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് കോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നമ്മെ നക്ഷത്രങ്ങളിലേക്ക് നയിക്കുവാൻ ശേഷിയുള്ള ഒരു റോക്കറ്റ് എൻജിൻ പോലെയാണ് ഈറോസ്. അപ്പം നമ്മളുടെ ഈ വികാരങ്ങൾ, ഈ സെക്ഷൽ ഡിസയർസ് ആകാം, മറ്റുള്ള വികാരങ്ങളാകാം, ഇതെല്ലാം ഒരു റോക്കറ്റ് എൻജിൻ പോലെ, അതിൻ്റെ ഫ്യൂവൽ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ മനോഹാരിത നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് അപകടം ഉണ്ടാക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ റോക്കറ്റ് എൻജിന് ലോഞ്ച് ചെയ്യുമ്പം അത് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഡിറക്ഷൻ വരുന്നത്? മുകളിലോട്ടാണോ താഴോട്ടാണോ ഡിറക്ഷൻ വരുന്നത്? മുകളിലേക്കാണ് ഡിറക്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് മുകളിലേക്ക് ഡിറക്ഷൻ കൊടുത്തിരിക്കുന്നത്? റോക്കറ്റ് പൊങ്ങി പോകുവാൻ വേണ്ടി. റോക്കറ്റ് എന്തിനാ പൊങ്ങി പോകണ്ടേ? എൻ്റെ സ്ഥാനത്തെത്തുവാൻ, അത് ലക്ഷ്യസ്ഥലം അങ്ങ് അപ്പുറമാണ്. നമ്മൾ ഈ കാണുന്ന ഈ ക്ലൗഡിനും ആകാശത്തിനും ഒക്കെ അപ്പുറത്തേക്ക് അതിനെ ലോഞ്ച് ചെയ്യുകയാണ്. അതിനുള്ള കപ്പാസിറ്റി അതിൻ്റെ ഫ്യൂവലിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്യൂവലാണ് നമ്മുടെ ഈറോസ് എന്ന് നിങ്ങൾ സപ്പോസ് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വലിയ ആ ഡെസ്റ്റിനിയിലേക്ക് എത്തുവാനുള്ള നമ്മുടെ ഫ്യൂവലാണ് യാത്രയിൽ റോക്കറ്റിൻ്റെ. പക്ഷേ എങ്കിൽ ഒരു കുഴപ്പം സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങൾ വീണ്ടും അതിലേക്ക് നോക്കുക. ഈ റോക്കറ്റിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടേക്കാ? നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അതിൻ്റെ ഡിറക്ഷൻ, മുകളിലോട്ടല്ല. അപ്പോൾ ഒരു റോക്കറ്റ് നേരെ ഓപ്പോസിറ്റിൽ വെച്ച് ലോഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പൊട്ടിത്തെറി. എന്തുകൊണ്ട്? പിന്നെന്ത് സംഭവിക്കും? പൊട്ടിത്തെറി മാത്രമേ സംഭവിക്കുകയുള്ളൂ. നാശനഷ്ടങ്ങൾ, മരണം, അപകടങ്ങൾ, അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നത്. ദൈവത്തിങ്കിലേക്ക് എത്തുവാനുള്ള ആ റോക്കറ്റിനെ തിരിച്ചു വെച്ചു. സ്വയം തന്നിലേക്ക് തന്നെ, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ ഈറോസിനെ ദുരുപയോഗപ്പെടുത്തുന്നു. അതിനെ പല രീതിയിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് മനുഷ്യൻ തന്നിൽ തന്നെ ഒതുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ അത് അവൻ്റെ നാശത്തിലേക്കും അത് അവൻ്റെ അധപ്പതനത്തിലേക്കും അത് അവനെ എന്നുമെന്നും നശിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷനാണ് നമ്മൾ ഇതിനെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിലുള്ള ഈറോസ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക്
ഐസ്ക്രീം കഴിക്കാൻ താല്പര്യമുള്ളവരാരാ ഉള്ളത്? ഐസ്ക്രീം ഭയങ്കര താല്പര്യം, ചെറിയ താല്പര്യമല്ല. ഒരു 10 ഐസ്ക്രീം ഒരു ദിവസം കഴിക്കാൻ പറ്റുമോ അലീന? അതൊക്കെ കഴിക്കും. കഴിക്കുമോ? കഴിക്കും. ശരിക്കും പറ, കഴിക്കുമോ? കഴിക്കും. നമുക്കിവിടെ ഐസ്ക്രീം ഇല്ല, അപ്പോൾ നമുക്ക് ഐസ്ക്രീം 10 ഐസ്ക്രീം അലീന കഴിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അലീനയ്ക്ക് നമ്മൾ നാളെ 10 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അലീന ഐസ്ക്രീം എല്ലാം കഴിച്ചു. അലീന ഈ 10 ഐസ്ക്രീം കഴിച്ചിട്ട് അലീന സംതൃപ്തിയാണോ? നാളെ ഐസ്ക്രീം വേണമെന്ന് പറയുമോ? പറയുമായിരിക്കും. ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ 10 ഐസ്ക്രീം കഴിക്കുമ്പം ഞാൻ പറയുകയാണ്, അലീന ഞാനൊരു 5 ഐസ്ക്രീം ഇവിടെ തരട്ടെ, അപ്പോൾ അലീന കഴിക്കാൻ പറ്റുമോ? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ, അത് കഴിയും. എന്താണ് അതിൻ്റെ ലിമിറ്റ്? കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിക്കും. അത് 1 മണിക്കൂർ അല്ലെ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ദാഹം തോന്നത്തില്ലേ? അത് തോന്നും. പിന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് നമ്മുടെ ഹീറോസിനെ നമ്മൾ കൊണ്ടുപോവുക. മനുഷ്യൻ പറയുക, എനിക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മദ്യം കഴിക്കുന്ന ആളിന് എന്തിനാ മദ്യം കഴിക്കുന്നത്? അതിൽ നിന്നൊരു സുഖം കിട്ടും ഇല്ലേ? എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ആൾ ഇതിന് വീണ്ടും വീണ്ടും മദ്യം കുടിച്ചു അങ്ങ് അഡിക്റ്റഡായി. എന്താ സംഭവിക്കുന്നത്? മദ്യമില്ലാതെ ഈ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഈ മദ്യപാനത്തെ നിർത്താൻ അദ്ദേഹം പരിശ്രമിക്കുക. അവസാനം അതും പറ്റുന്നില്ല. അതിൻ്റെ നിരാശയിൽ എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ നിരാശയിൽ വീണ്ടും അദ്ദേഹം കുടിക്കാൻ തുടങ്ങി. അപ്പം അഡിക്ഷൻ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതൊരിക്കലും നമ്മുടെ വികാരങ്ങളെ അഴിച്ചു വിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അപ്പം പലരും ചോദിക്കാറുണ്ടല്ലോ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തുകൂടാ? എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ ആ കുട്ടിയെ എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചുകൂടെ? അപ്പോൾ ഇന്നത്തെ പല കോൺസെപ്റ്റുകൾ ഇവിടെ ഒക്കെ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹോമോസെക്ഷുവാലിറ്റി, കോഹാബിറ്റേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോഴിവിടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനങ്ങ് അഡിക്റ്റഡ് ആകുക. അങ്ങനെയാണ് പല തെറ്റുകൾക്കും നമ്മൾ അഡിക്റ്റഡ് ആകുന്നത്. അപ്പോൾ അതൊരു സൊല്യൂഷനാണോ? നമ്മുടെ വികാരങ്ങളുടെ ശരിയായിട്ടുള്ള ഹാൻഡിലിംഗ് ആണോ അത്? അല്ല. ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ പറയും, എനിക്കറിയാം അലീന ഈ ഐസ്ക്രീം തിന്നാണ് വഷളായത്, അപ്പം നീ ഇനി മുതൽ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. ഭയങ്കര റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ അലീനയോട് പറഞ്ഞു, ഇനി ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, നീ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഐസ്ക്രീം പാർലർ കാണുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കരുത്, നേരെ ഇങ്ങോട്ട് നോക്കണം. അതുപോലെ തന്നെ നീ ആ ഭാഗം ഐസ്ക്രീമുള്ള സ്ഥലത്തൂടെ നടക്കാൻ പോലും പാടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൊടുത്തു. അപ്പോൾ അലീന അതൊക്കെ കേട്ടു. പക്ഷേ എങ്കിൽ 1 ദിവസം പിടിച്ചു തിന്നു, 2 ദിവസം പിടിച്ചു തിന്നു, 3 ദിവസം പിടിച്ചു തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അലീനയുടെ കൺട്രോൾ വിട്ടു. പിന്നെ പോയി 10-ന് പകരം ഒറ്റ ട്രിപ്പിലിരുന്ന് 15 ഐസ്ക്രീം അങ്ങ് കഴിച്ചു. അപ്പം നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, റിപ്രസ് ചെയ്യാൻ പരിശ്രമിച്ചപ്പോൾ അലീനയ്ക്ക് എന്താ സംഭവിച്ചത്? എന്താ പറ്റി? പഴയതിലും മോശമായി സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ മെത്തേഡ്, അതും ഫെയിലിയറാണ്. അപ്പോൾ ഇതിന് സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. പരീശന്മാർ ഈ സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരുന്നു. ഈശോ അവരെ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ നിയമങ്ങൾ കർശനമായിട്ട് 10 പ്രമാണങ്ങൾ, അത് 600-ന് മേലെ തോറയായി, ഇതെല്ലാം നിങ്ങൾ കൃത്യം കാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ആ റൈറ്റ് ട്രാക്കിലല്ല, നിങ്ങളുടെ ഹൃദയം അത് ശരിയായിട്ടുള്ള സ്ഥാനത്തല്ല എന്ന്. അപ്പോൾ ഇവിടെ സ്റ്റോയിക് ആറ്റിറ്റ്യൂഡ്, അപ്പോൾ നമ്മൾ പല പേരൻസും ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. കുട്ടികൾ പറയും, ഇഷ്ടം പോലെ ഡൂസും ഡോൺസും പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് യൂത്ത് നിങ്ങളിവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ ഒത്തിരി ഡൂസും ഡോൺസും പറയാറില്ലേ? പക്ഷേ അത് ഒത്തിരി നാൾ നിങ്ങൾ നിലനിൽക്കുമോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറയുന്നത് എത്ര നാൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം അത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ഇനിയും വേറൊരു ആറ്റിറ്റ്യൂഡുണ്ട്. അവിടെയാണ് അഭിഷേക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുക. ഈ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ചിന്തകളാണ്. കഴിഞ്ഞ ദിവസം കോളേജിലെ ക്ലാസ്സുകളിൽ നടന്നതും, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോയി, അല്ലെ മറ്റേടത്ത് പോയി
ആ ചിന്തകളൊക്കെയാണ് ഞാൻ അവളുമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ സീനിൽ വരുന്നു. കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഇതുമായിട്ടുള്ളൊരു മല്ലുപിടുത്തമായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പള്ളിയിൽ. ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു മിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ പറ്റുക. എന്താണ് മിസ്റ്റിക്സ് ചെയ്തത്? അവർക്ക് വികാരങ്ങളില്ലായിരുന്നു. മിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ്ലി ആളുകൾ, ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. നമ്മളെല്ലാം മിസ്റ്റിക്സ് ആണോ? നമ്മളെല്ലാം സെയിൻസ് ആണോ? സെയിൻസ് ആവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ സെയിൻസ് ആണോ? അല്ല, ആഗ്രഹിക്കുന്നവരാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ വിശുദ്ധരാകേണ്ടവരാണ്. നമ്മൾ വിശുദ്ധരാ. പക്ഷെ നമ്മൾ വിശുദ്ധരല്ല എങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധിയിലേക്ക് വളർത്തുവാനുള്ള എല്ലാ വഴികളും സഭ നമുക്ക് ഉദാശകളിലൂടെയും മറ്റ് രീതിയിലും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം നമ്മളായില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. ഇന്നലെ നമ്മൾ വേറെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ തന്നെയാണ് നമ്മളുടെ വിധി എഴുതുന്നത്. ഓക്കെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇതാണ് ഇവർക്കും ഈ സെയിൻറ്റ്ലി ആളുകൾക്ക്, അതായത് നമ്മൾ ആരെങ്കിലും മരിച്ചതിന് ശേഷം സെയിൻസ് ആകുന്നുണ്ടോ? ഇതൊരു മിസ്കോൺസെപ്റ്റ് പലപ്പോഴും വരുന്ന. സെയിൻസ് എങ്ങനെയാകുന്നത്? മരിച്ചതിന് ശേഷം ആളുകൾ സെയിന്റ് ആക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയായിരുന്നു അതിനെ സഭ ആധികാരികമായിട്ട് ചില വ്യക്തികളെ ഇവർ സെയിൻസ് ആയിരുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതേ ഉള്ളൂ, സെയിൻറ്റ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സഭ ഡിക്ലെയർ ചെയ്യാത്ത ധാരാളം സെയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പം തന്നെയാണ് അവർ സെയിൻസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം ഇപ്പോൾ സെയിൻസാണ്. ആ അർത്ഥത്തിൽ വി ആർ ഇൻ ദ പ്രോസസ്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഈ വികാരങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്തിരുന്നത് ഇതെന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവമേ, നിനക്ക് വേണ്ടിയാണ് ഈ ദാഹം, നിനക്ക് വേണ്ടിയാണ് ഈ ദാഹം, അതുകൊണ്ട് ഇത് നിന്നിലേക്ക് ഞാൻ അതുപോലെ അങ്ങോട്ട് തരുന്നു. ഇതാണ് മിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം വഴി ഇതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം, ഈ പള്ളിയിലിരിക്കുന്ന ഈ വ്യക്തിയോട് അഭിഷേകം എങ്ങനെ ഉപദേശിക്കും? ഈ ചിന്തകൾ ഇവന് അങ്ങേയറ്റം അലട്ടുമ്പോൾ അവൻ്റെ വികാരങ്ങളെ അവൻ എന്ത് ചെയ്യണം? അവനെ അടിച്ചമർത്തണോ? അതിനെ എൻകറേജ് ചെയ്യണോ? അത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കണോ? ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കണം. ആ അൾത്താരയിൽ ദൈവത്തിങ്കിലേക്ക് അത് സമർപ്പിക്കുക. ദൈവമേ, എന്നിലൂടെ കടന്നു വരുന്നതാണ്, പക്ഷേ എനിക്കറിയാം ഇത് നിനക്ക് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ, പക്ഷേ ഞാനത് പല രീതിയിൽ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ഇതാ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. ടേക്ക് കൺട്രോൾ ഓഫ് ഇറ്റ്. ഇവിടെയാണ് യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈറോസ്, ഈറോട്ടിക്. ഇനിയും പ്രേക്ഷകരോട് നിങ്ങൾ ഈ ഈറോസ്, ഈറോട്ടിക്, നമ്മുടെ ഡിസയേഴ്സ്, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് ശരിയോ തെറ്റോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയക്കാവുന്നതാണ്. കത്തോലിക്ക സഭയുടെ പഠനപ്രകാരമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Until we see next episode, bye bye, God bless you. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ശരീരത്തിൻ്റെ പങ്കാളിത്തപരമായ അല്ലെങ്കിൽ വൈവാഹികമായ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ സ്പൗസൽ ഓർ നപ്ഷ്യൽ മീനിങ് ഓഫ് ദ ബോഡി? എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം? അതുപോലെ സെലിബ്രേറ്റ്സിനെ കുറിച്ച്, അവർ എങ്ങനെയാണ്, വിവാഹിതർ അല്ലാത്തവരെങ്ങനെയാണ് ഈ സ്പൗസൽ അല്ലെ നപ്ഷ്യൽ മീനിങ് ഓഫ് ദ ബോഡി അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നത്? തുടർന്നുള്ള അനേകം ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എന്താണ്, വാട്ട് ഈസ് സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി? John Paul II's Theology of the Body.